സ്ട്രോബെറീസ് വെച്ചിട്ട് നമുക്കൊരു ഹെൽത്തി ജാം ഉണ്ടാക്കിയാലോ? എന്നാൽ വായോ. ആദ്യം തന്നെ നല്ല ക്ലീൻ ചെയ്ത സ്ട്രോബെറീസ് കട്ട് ചെയ്ത് ഒരു പാനിലോട്ട് മാറ്റാം. അല്പം പോലും വെള്ളം ആഡ് ചെയ്യാതെ ഇത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. പിന്നെ ഇതിലോട്ട് നമ്മൾ ആവശ്യത്തിന് വേണ്ട മധുരം ആഡ് ചെയ്യുക. ഞാനിവിടെ മധുരത്തിന് വേണ്ടിയിട്ട് പനങ്കൽക്കണ്ടാണ് ചേർക്കുന്നത്. ഈ ജാം ഒരല്പം ഹെൽത്തി ആയിക്കോട്ടെ. ഈ പനങ്കൽക്കണ്ടും കൂടി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള വെള്ളം ഈ സ്ട്രോബെറിയിൽ നിന്ന് തന്നെ നന്നായിട്ട് വരും. പിന്നെ നമ്മളിവിടെ ചൈന ഗ്രാസ് പോലത്തെ തിക്കനിങ് ഏജൻറ്റ്സ് ഒന്നും ഉപയോഗിക്കുന്നില്ല. അതിന് പകരമായിട്ട് നമ്മുടെ ചിയാ സീഡാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുള്ള ചിയാ സീഡിന് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കണം. പിന്നീട് പൊട്ടറ്റോ സ്മാഷർ വെച്ച് ഈ സ്ട്രോബെറി മിക്സിനെ നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കണം. അങ്ങനെ നമുക്കിതിനൊരു പ്യൂരി ഫോമിലോട്ട് മാറ്റണം. സ്മാഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ ഇടാം. അങ്ങനെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ തന്നെ സ്മാഷ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മുടെ ഈ സ്ട്രോബെറിയുടെ മിക്സിന് നല്ല പ്രോപ്പറായിട്ടുള്ള ഒരു ജാമിൻ്റെ കൺസിസ്റ്റൻസിയിലോട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കംപ്ലീറ്റ് വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞപ്പോഴത്തേനും നല്ല രീതിയിൽ നമ്മുടെ പാനിൽ നിന്ന് ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പോരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് കറക്റ്റായിട്ടുള്ളൊരു ജാമിൻ്റെ പാകം. ഇനി ചൂടൊക്കെ മാറിയതിന് ശേഷം നമുക്കിതിനെ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിക്കാം. ഇത് കുഞ്ഞുങ്ങൾക്കും വലിയ ആൾക്കാർക്കൊക്കെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ജാമാണ്. അതുമാത്രമല്ല, നമ്മൾ സ്മൂത്തീസൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു ഫ്ലേവറിങ് എലമെൻറ്റ് പോലെ നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം. സാദാ ജാമിൻ്റെ സെയിം കൺസിസ്റ്റൻസി തന്നെയാണ് ഇതിനും. ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് 4 ആഴ്ച വരെ കേടൊന്നും കൂടാതെ തന്നെ ഉപയോഗിക്കാൻ പറ്റും.